ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഇത്. അപ്പോൾ എരിവ് കുറവ് വേണ്ടുന്നവർക്ക് അളവ് കുറയ്ക്കാം, കുറച്ചുകൂടെ വേണ്ടുന്നവർക്ക് കൂട്ടാം. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ 4 എടുക്കുമ്പോൾ. കാശ്മീരി ചില്ലി ഒന്നുമല്ല, നോർമൽ മുളക് തന്നെയാണ്. അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയാണ്. ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 6 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 8 എടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം, ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരണം. വെളുത്തുള്ളി 1 മതിയാവും, അളവ് ഒരുപാട് കൂട്ടണ്ട. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഒന്ന് നന്നായി സോഫ്റ്റ് ആവണം, അപ്പോഴാണ് ശരിക്കും ആ ഉള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കളറൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഇത് മതിയാവും കേട്ടോ, നമുക്ക് മാറ്റി വയ്ക്കാം. വെളുത്തുള്ളിയൊന്നും ഒരുപാട് കരിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവണം, അത്രയേ ഉള്ളൂ. തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കയാണ്. അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ടൈപ്പാണ്. അത് കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തു. അപ്പോൾ എണ്ണ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഇത്തിരി എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒരു റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ വഴുവഴുപ്പ് മാറും. കുറച്ച് വെണ്ടയ്ക്കയുടെ നല്ലൊരു ആ ഒരു വഴുവഴുപ്പും ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു 80% ഒക്കെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. ഞാൻ ഒരുപാട് മൂപ്പിക്കില്ല, നല്ല അങ്ങ് വഴറ്റിയെടുക്കില്ല. ഈ ഒരു പരുവത്തിലെടുക്കും. നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മീഡിയം ടൈപ്പ് ഒരു തേങ്ങയുടെ പകുതി, അതായത് ഒരു മുറിയുടെ പകുതിയാണ് കേട്ടോ. കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ആ എണ്ണയിൽ നന്നായിട്ട് ഇതിനൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട, എന്നാൽ അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആവുകയും വേണം. നമ്മൾ ചുട്ടെടുക്കുന്നൊക്കെ ഒരു പരുവമുണ്ടല്ലോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട കേട്ടോ. എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓൾറെഡി നമ്മൾ മത്തങ്ങ കൊണ്ടുള്ള ചമ്മന്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. അതിൽ നമ്മൾ തേങ്ങ ചേർക്കാതെയാണ് കേട്ടോ മത്തങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തോ കൊടുത്തിരിക്കാം. നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് തേങ്ങ മാത്രം ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് മോഡിലൊന്ന് കറക്കിയെടുത്തു. കാരണം തേങ്ങ ഒന്ന് അരഞ്ഞ് കിട്ടണമല്ലോ. എന്നിട്ട് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് പെട്ടെന്ന് അരഞ്ഞ് പോകുമ്പോൾ തേങ്ങ ശരിക്കും അരയാതെ കിടക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പൊട്ട് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുടെ അളവങ്ങ് ഒരുപാട് കൂടണ്ട, എന്നാൽ പുളി വേണം താനും. ആ ഒരു പരുവം കേട്ടോ. ഒരുപാട് കൂടരുത്. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ഒരു ഇത്തിരി മതിയാവും. അത് മതിയാവും. വറ്റൽമുളക് അത്യാവശ്യം നല്ല എരിവുണ്ട്. കുറച്ചൊരു എരിവിൽ നിൽക്കണം കേട്ടോ, അപ്പോഴാണ് ഈ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് ഒരു 3 വറ്റൽമുളക് മതിയാവും കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്. എനിക്ക് കുറച്ച് ഇങ്ങനെ നല്ല ചൊടിയായിട്ടിരിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ഒത്തിരി എരിവ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാടിട്ടങ്ങ് അരച്ചരച്ചെടുക്കരുത്. അപ്പോൾ ആ ഒരു നമ്മുടെ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. ഓൾറെഡി നമ്മൾ തേങ്ങ ഒന്ന് കറക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു കൂട്ടെല്ലാം കൂടെ ഒന്ന് കറങ്ങി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഒന്ന് അടിച്ചു. എന്നിട്ടൊരു ഇത്തിരി ഉപ്പ് കുറവാണ്, ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കുക. ഒരു 1-2 തവണ അങ്ങനെ ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ,
ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട. അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് നല്ല പോലെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം മതിയാവും കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അരയണം എന്നാൽ ഓവറായിട്ട് അങ്ങ് അരയ്ക്കുകയും വേണ്ട, എന്നാൽ അങ്ങനെ തരിതരിപ്പ് അധികം ഉണ്ടാവുകയും ചെയ്യരുത്. അത്യാവശ്യം അരയണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ നോർമൽ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ ഒരുപാടങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് വരും. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ. അരയണം, തീരെ അരയാതെ എടുക്കരുത് കേട്ടോ, എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ചെറിയൊരു വഴുവഴുപ്പ് ഉണ്ടാവും, അതറിയില്ല. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വഴട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് അറിയില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ നമുക്ക് ആ വഴുവഴുപ്പായിട്ട് തോന്നുമില്ല ആ രീതിയിൽ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഊണൊന്ന് വിളമ്പിക്കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. നല്ലൊരു മണവുമാണ്. അപ്പോൾ ഞാൻ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ആയിരുന്നു, അപ്പോൾ ഇത്തിരി ചിക്കൻ കറി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചമ്മന്തി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. കാരണം നമുക്ക് തോന്നും ഈ മത്തങ്ങ അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇതൊക്കെ വെച്ചിട്ട് ചമ്മന്തി പറ്റുമോ എന്നുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ ലൈക്കൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതിനായിട്ടാണ്, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തില്ല ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ, എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. 1-2 വീഡിയോസായിട്ട് തുടർച്ചയായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉച്ചയൂൺ റെസിപ്പീസ്, വെജിറ്റേറിയൻ ലഞ്ച് മെനു നമ്മളൊരു 50 വീഡിയോസിൽ എബോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉച്ചയൂൺ റെസിപ്പീസ് അല്ലെങ്കിൽ ലഞ്ച് മെനു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. 3-4 കൂട്ടം കറികളും ചേർത്തുള്ള ഉച്ചയൂണുകളാണ് നമ്മൾ ഓരോന്നും ഇട്ടിരിക്കുക. അങ്ങനെ ഒരു 50 വീഡിയോ ലബോ നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഏത് റെസിപ്പിയാണെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.